ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമുൽ ഖിറാഅ 2025 നടന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നത് നമ്മൾ മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് തന്നെയല്ല പഠിപ്പിക്കേണ്ടത്. അവരെ പാഠബുക്ക് വെക്കുക, ഇതിൽ വന്നതുപോലെ അവരെ പാഠബുക്കിൽ നിന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ രക്ഷിതാക്കളാണല്ലോ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പാഠഭാഗം സെക്കൻഡ് പാർട്ടിലെ എല്ലാ പാഠഭാഗത്തിൻ്റെയും ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പേര് കുട്ടി പറയാൻ പഠിക്കണം. അപ്പോൾ അതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. പിന്നെ അതിൽ പഠിക്കുന്ന അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകൾ മാറി വരുമ്പോൾ ഉച്ചാരണം, അത് ചേർത്ത് എഴുതുമ്പം വരുന്ന വ്യത്യാസങ്ങൾ, ഒറ്റക്ക് എഴുതുമ്പോൾ വരുന്ന മാറ്റം, അങ്ങനെ എല്ലാം കുട്ടി മനസ്സിലാക്കണം. നീട്ടാൻ വരുന്നത് മദ്ദക്ഷരമായിട്ട് അലിഫും വാവും യാവും ഒക്കെ വരുമ്പോഴുള്ളത് ഒക്കെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ വന്നത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഈ ചോദ്യപേപ്പറിൽ വന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം യോജിച്ചത് അതിൻ്റെ ചിത്രത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചിത്രം നോക്കിയിട്ട് പേര് പറയുകയാണെങ്കിൽ അത് അറബിയിൽ ഏതാണെന്ന് കുട്ടി തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചിത്രം വന്നത് ചക്കയാണ്. ചക്കക്ക് എന്തായത് നമ്മൾ പഠിച്ചത്? ഫനസ്. അപ്പോൾ അതിൽ ഫനസ് എന്നത് ഏതാണെന്ന് കുട്ടി അക്ഷരങ്ങൾ നോക്കി വായിക്കാനും മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം പേര് വായിക്കുകയാണെങ്കിൽ, അതായത് എഴുതിയത് നോക്കി വായിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്നാമത്തെ വരികയാണ് ലോർഫ് എന്നാണ്. ലോർഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുട്ടി അതിലേക്ക് വരച്ചു കൊടുക്കാം കുട്ടിക്ക്. അതായത് ലോർഫ് എന്നാൽ എയർമൈലിനാണ് നമ്മൾ ലോർഫ് എന്ന്, കത്തിൻ്റെ കവറ്. അപ്പോൾ അതിലേക്ക് വരയ്ക്കണം. അപ്പോൾ അങ്ങനെ രണ്ടും കുട്ടി മനസ്സിലാക്കണം. പിന്നെ ഫ്ലവർ, സബൂന് എന്തായിരുന്നു പറയുക? വർദ്ധ. അപ്പോൾ അത് വർദ്ധ എന്നത് അതിലേക്ക് വരയ്ക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? കത്തിൻ്റെ കവറ് നമ്മൾ പറഞ്ഞില്ലേ, ലോർഫ്. അപ്പോൾ അത് നോക്കുക. പിന്നെ വരുന്നത് എന്താണ്? ഫ്ലാഗിന് ആലം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ചാപ്റ്റർ പഠിച്ചതിൽ പല ചിത്രങ്ങളാണ്, പല വേർഡ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കണം. ഇനി വന്നത് എന്താണ്? അക്ഷരങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ലോദ് മുതൽ ഈ സെക്കൻഡ് പാർട്ട് പഠിക്കുന്നുണ്ട്. സോദ് വരെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ, ലോദ് മുതലാണ് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ അതിൽ നിന്നുള്ള അക്ഷരമാണ് ഇവിടെ. ലോ ഉണ്ട്, ഐനല്ല ഓയിന്. അപ്പോൾ പുള്ളിയുള്ള ഓയിനാണ്. അപ്പോൾ അത് അക്ഷരം പറയണം. പിന്നെ കാഫ്, 2 പുള്ളിയുള്ള കാഫ്, ഇതേപോലെ ഫാ വരും. അപ്പോൾ കുട്ടി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഹാ. അപ്പോൾ അതൊക്കെ വായിച്ചു കൊടുക്കണം. അപ്പോൾ അതേപോലെ അവർ പഠിച്ച വേറെ അക്ഷരങ്ങൾ വരാം. അപ്പോൾ അക്ഷരങ്ങൾ ഹർക്കത്തില്ലാതെ കുട്ടി പഠിച്ചിരിക്കണം. അലിഫ്, ബാ, താ. അപ്പോൾ ഏത് അക്ഷരം വന്നാലും പറയാൻ കഴിയണം. ഇനി എന്താണ്? താഴെ ഉള്ളതിൽ ഫാഇന് വട്ടം വരയ്ക്കാനാണ്. ഫാ കുട്ടി തിരിച്ചറിയണം. 2 പുള്ളി ഉള്ളത് കാഫാണ്. പുള്ളി ഇല്ലാതെ ഐന് വരും അതുപോലെ ഇടയിലൊക്കെ ചേർത്ത് എഴുതുമ്പോൾ. അപ്പോൾ അതും കുട്ടി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സഫറുൻ എന്നതിൽ നടുക്ക് വന്നിട്ടുണ്ട്, ഫക്കറുൻ എന്നതിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ സൈഫുൻ അവസാനത്തിൽ, തിഫ്ലുൻ അതിൽ 2, ഖൗഫുൻ അവസാനത്തത്. അപ്പോൾ ഫാ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ഇനി അടുത്തത് അതേപോലെ ഐനാണ്. ഐനിന് മുകളിൽ വട്ടം വരയ്ക്കണം. അപ്പോൾ ഐന് ഒരു അക്ഷരത്തിൻ്റെ തുടക്കത്തിൽ എഴുതുന്നത്, അക്ഷരത്തോട് ചേർത്ത് ഇടയിൽ എഴുതുന്നത്, ഒരക്ഷരത്തിൻ്റെ അവസാനത്തിൽ ചേർത്ത് എഴുതുന്നതോ ഒറ്റക്ക് എഴുതുമ്പോൾ എഴുതുന്നതൊക്കെ മനസ്സിലാക്കിയാലാണ് ഇത് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തിൽ അമലുൻ എന്നത് ഫസ്റ്റ് റൗണ്ട് ഇട്ടിട്ടുണ്ട്. രണ്ടാമത് നായലുൻ എന്നതിന് നടുവിൽ ചേർത്ത് എഴുതിയില്ലേ, അപ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ ജൂഉൻ അവസാനത്തിൽ ഒറ്റക്ക് എഴുതുമ്പോൾ. പിന്നെ അസ്ലുൻ അതിൽ ഫസ്റ്റ് വന്നു. പിന്നെ സംഉൻ അവസാനത്തിൽ മീമിനോട് ചേർത്ത് എഴുതുന്ന അക്ഷരമായതുകൊണ്ട് എഴുതിയ രീതി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെയാണ് ഹാവും ജീമും ഒക്കെ ചേർത്ത് എഴുതുമ്പോഴും അവസാനത്തിൽ എഴുതുമ്പോഴൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തതാ ഒരു അറബി മലയാള അക്ഷരമാണ് ള എന്നതാണ്. അപ്പോൾ അതിന്
എന്താണ് ചതുരാണ് വരയ്ക്കേണ്ടത്. കള്ളി വരച്ചു കൊടുക്കണം. അപ്പോൾ ള ആണ്. തെളിച്ചു ലീ വന്നു അല്ലേ. പിന്നെ തവള ള വന്നു. ഹർക്കത്തുകൾ മാറുന്നുണ്ട്, പ്രശ്നമില്ല. താഴെ മേലെ സ്വാദിന് പുള്ളി ഉണ്ടായാൽ മതി. തവള. അപ്പോൾ അതിൽ അവസാനം. പിന്നെ തേള് അവസാനത്തിൽ. പിന്നെ കുളിച്ചു. അപ്പോൾ അവിടെ നടുക്ക് വന്നു. പിന്നെ മുള അവിടെ അവസാനത്തിലും വന്നു. അപ്പോൾ അതേപോലെ ഞ ച ഒക്കെ നമ്മൾ അറബി മലയാളത്തിൽ പഠിച്ച അക്ഷരങ്ങളുണ്ട്. ഷ ഒക്കെ മനസ്സിലാക്കാൻ കഴിയണം. ഇനി നോക്കി വായിക്കാനാണ്. ഉസ്താദിന് വായിച്ചു കൊടുക്കണം. അപ്പോൾ ഉസ്താദ് അത് നിങ്ങൾ ശരിക്കും അക്ഷരങ്ങൾ ക്ലിയറാക്കി വായിച്ചു കൊടുത്താൽ ഉസ്താദ് അവിടെ ടിക്കിടും. അപ്പോൾ എന്താണ് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ വരണമെന്നില്ല കേട്ടോ. അതൊരു മോഡൽ മാത്രമാണ്. ഇതുപോലെ അവരെ പാഠഭാഗത്തു നിന്ന് പഠിപ്പിക്കണം. അപ്പോൾ തോ ഔ കൈ കുൻ. ഫതഹ തൻവീനും ലമ്മ തൻവീനും കസ്ര തൻവീനൊക്കെ വരുമ്പോഴുള്ള ഉച്ചാരണം മനസ്സിലാക്കണം. പിന്നെ സമയ 3 അക്ഷരങ്ങൾ ചേർന്ന് വരുന്നു. സമയ, ഹലറ, ഫക്കുറുൻ. പിന്നെ നീട്ടാൻ വരുന്നതാണ് അടുത്തത്. ലോലിമുൻ. ഫതഹയെ നീട്ടാൻ വന്നു. ഓതുൻ. ലൊമ്മയെ നീട്ടാൻ വാവ് വന്നു. കോതുൻ. പിന്നെ ബഹീമത്തുൻ. ഇവിടെ ഹിനെ നീട്ടാൻ ചേർത്ത് എഴുതി വന്നതൊക്കെ കേട്ടോ മനസ്സിലാക്കണം. അടുത്തതാ കേരളം. അറബി മലയാളമാണ്. കേരളം. ചോദിച്ചു. പപ്പടം. അപ്പോൾ അറബി മലയാളങ്ങളൊക്കെ അവർ ഓരോ പാഠത്തിൽ അവസാനത്തിൽ കുറച്ച് വേർഡ്സായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അക്ഷരങ്ങൾ മനസ്സിലാക്കിയാലാണ് ഇതുപോലെ വായിക്കാൻ കഴിയുള്ളൂ. മനസ്സിലാക്കി പഠിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.